ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്രാക്ടീസ് നാളെ രാവിലെ ചെയ്യേണ്ട പ്രാക്ടീസ് ആയിരിക്കും. മോർണിംഗ് പ്രാക്ടീസാണ്. ഇതിൽ ഒന്നാമത്തെ റൂൾ എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു അലാറം നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മുടെ ഫോൺ കയ്യിലെടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും. നാളത്തെ ഒരു ദിവസത്തേക്ക് ഞാനെല്ലാം തരുള്ളൂ കേട്ടോ, നിങ്ങൾക്കത് വേണമെങ്കിൽ ശീലാക്കാം. നാളത്തെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ 1 or 2 hours ഫോൺ യൂസ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. 1 or 2 hours രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ ചെക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ ഫോണിൽ അലാറം വെക്കാതെ കിടക്കുക, വേറെ വല്ല അലാറം ക്ലോക്കിലോ എന്തിലേലും വെക്കുക. അങ്ങനെ മറ്റോ കിടന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ ഏൽപ്പിക്കുക, എന്നാലും കുഴപ്പമില്ല. ഫോൺ കണി കണ്ട് ഉണരരുത് നാളെ. അതാണ് ഒന്നാമത്തെ വിഷയം. നാളത്തെ പ്രാക്ടീസിന്റെ ഭാഗമാണത്. എഴുന്നേറ്റ ഉടനെ ഗോ ഔട്ട്. രാവിലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിൽ പല്ല് തേക്കാനോ മുഖം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവാം. നിങ്ങളുടെ ബാൽക്കണിയിലേക്കോ നിങ്ങളുടെ മുറ്റത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും പോവാം. എവിടെയാണ് നിങ്ങൾക്ക് ഒരു ചെടിയെ പരിപാലിക്കാൻ പറ്റുക അവിടേക്ക് വേണം പോവാൻ. അത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ചെടിയോ ആവാം, ഏതെങ്കിലും കാട്ടു ചെടിയോ ആവാം, നോ പ്രോബ്ലം. ഒരു ചെടിയായാൽ മതി. ആ ചെടിയെ പരിപാലിക്കുക എന്നുള്ളതാണ് നാളത്തെ പ്രാക്ടീസ്. എന്താണ് ചെയ്യേണ്ടത്? ചെടിയെ എങ്ങനെയൊക്കെ പരിപാലിക്കാം, ചെടിക്ക് അതിൻ്റെ ലൈഫിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് ഇളക്കി കൊടുക്കുന്നത് അതിന് നല്ല കാര്യമാണ്, അതിന് സപ്പോർട്ടീവാണ്. ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സപ്പോർട്ടീവായ കാര്യമാണ്. അതിൻ്റെ കരിയിലകളൊക്കെ ആ ചെടിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നത് നല്ല രസകരമാണ്, കാണാൻ തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ചെടികളുടെ ഇലകളിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകളുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്, കരിഞ്ഞ തണ്ടുകളോ ഉണക്കക്കുമ്പോളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുന്നത്, വളം ഇട്ട് കൊടുക്കുന്നത്, വെള്ളം ചെടിയുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ ഒരു ചെടിയെ സുഖിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത്. ഇത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം. ഒരു കുട്ടിയെ കാണുന്ന പോലെ, ഒരു കുട്ടിയെ കാണുന്ന പോലെ ചെടിയെ കാണണം. ചെടിക്കുട്ടി, അതിന് ജീവൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ പഴയ ആളുകളൊക്കെ പാടത്തൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ, പാവയ്ക്കോടും പടവലങ്ങയോടൊക്കെ. ഇതുപോലെ അതിന് ജീവൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്ര ഹാപ്പി ആവുന്നുണ്ടാവും ചിന്തിക്കുക. ഒരു ചെടിയുടെ പെർസെപ്ഷനിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അതിൻ്റെ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ഓരോ മൊമെൻറ്റും, മണ്ണിളക്കുന്നതും വെള്ളം നനയ്ക്കുന്നതും വെള്ളം കൊടുക്കുന്നതും എന്താണെങ്കിലും ശരി, അത് ഒരു കുട്ടിയെ പരിപാലിക്കുന്ന സ്നേഹത്തോടെ, സന്തോഷത്തോടെ, മനസാന്നിധ്യത്തോടെ അത് ചെയ്യും. ലാസ്റ്റ് പ്രാക്ടീസ് ഉണ്ട് അതിലെ. ആ ചെടിയുടെ മേലെ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് ഒരു കുളിർമയുണ്ടാക്കി കൊടുത്തിട്ട് മാറി നിന്നിട്ട് ആ ചെടിക്കൊരു കുളിര് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്യാം. റിഫ്ലക്റ്റീവ് ഇമോഷനാണ്. അതിനെന്ത് ഫീൽ ചെയ്യുന്നുണ്ടാവുമെന്ന് നമ്മൾ ഫീൽ ചെയ്യുമോ? ഇതാണ് നാളെ ചെയ്യേണ്ട പ്രാക്ടീസ്. ഒരു ചെടിയെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും. ചെടിക്ക് ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവുമോ? ഉണ്ടാവും. ചെടിയുടെ ഫീലിങ്സും മനുഷ്യന്റെ ഫീലിങ്സും, അല്ലെങ്കിൽ ചെടിയുടെ ഇമോഷൻസ്, ചെടിയുടെ ചിന്തകൾ, ചെടിയുടെ മനസ്സ്, അതും മനുഷ്യന്റെ മനസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പണ്ട് ജെ.സി. ബോസിന്റെ കാലഘട്ടത്തിൽ ഗാൽവാനോമീറ്റർ ഉപയോഗിച്ചിട്ട് ചെടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസിനെ അളന്നു നോക്കാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് പിന്നീട് ശാസ്ത്രം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. സസ്യങ്ങളുടെ ഇമോഷൻസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഒരു തോട്ട് എന്ന് പറയാൻ പറ്റില്ല, തോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പോലത്തെ എന്ന് വിചാരിക്കും, എന്നാലും തോട്ട് എന്ന് പറയാം. സസ്യങ്ങളുടെ തോട്ട്സ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു രീതിയിലാണ്. നമ്മുടെ മെക്കാനിസത്തിലല്ല അത്. നമ്മൾക്ക് മസ്തിഷ്കം, കേന്ദ്ര നാഡീവ്യൂഹം പറയുന്ന സാധനങ്ങളുണ്ട്. ചെടികൾക്ക് അതില്ല. പക്ഷെ അവർക്ക് ചിന്തയുണ്ട്. ചിന്തയുണ്ട് എന്നുള്ളതിനുള്ള ഒരുപാട് പ്രൂഫുണ്ട്. ചിന്തയല്ല, ചില കെമിക്കൽ റിയാക്ഷനിലൂടെ അവരുടെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പ്രതികരണങ്ങളുണ്ട്. അതാണ് ചില കെമിക്കൽ റിയാക്ഷനാണ്. ഒരു ടൈപ്പ് ചെടിയുണ്ട്, ആ ചെടിക്ക് അതിനെ മാന് കടിക്കുന്നത്, കാട്ടിലെ ചെടി, അതിനെ മാന് കടിക്കുന്നത്, അല്ലെങ്കിൽ ആടോ മാനോ എന്തോ അതിനെ കടിക്കുന്നത് അതിന് അറിയാൻ പറ്റും. അത് കാറ്റത്തിളകുന്നതോ വല്ല മുള്ളോ മറ്റോ കൊണ്ട് പോറുന്നതോ മറ്റെന്തെങ്കിലും രീതിയിൽ ആ ചെടിയിൽ എന്തെങ്കിലും സംഭവിക്കുക, ക്ഷതങ്ങൾ സംഭവിക്കുകയാണ്, ഉലച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ കഴിയും. അതിനെ തിന്നുന്ന ഒരു ജീവി വന്ന് ആ ചെടിയെ തിന്നാൻ തുടങ്ങിയെങ്കിൽ അതിനത് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ കഴിയും. ഭയങ്കര അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ആ ചെടിയെ വേറെ എന്ത് ചെയ്താലും അതിൻ്റെ ഇലയിൽ കയ്പ് രസം വരില്ല. ബട്ട് അതിൻ്റെ
മൃഗങ്ങളില്ലേ, അതിനെ തിന്നുന്ന മൃഗം കൂടുതലും മാനാണ്. മാൻ അതിനെ കടിച്ചാൽ അതിന്റെ ഇലയിൽ കയ്പ് ഉണ്ടാവും തുടങ്ങും. നിമിഷ നേരം കൊണ്ട് അതിന്റെ ഇല കയ്പാവും. അപ്പൊ ഇതൊക്കെ ചെടിയുടെ ഉള്ളിലുള്ള രാസപരിണാമ മനസ്സുകളാണ്. അതുപോലെ തന്നെ ഒരു ഒരു മരമുണ്ട്. ഒരു ഏതോ ഒരു രാജ്യത്തിൽ കൂട്ടമായിട്ട് കാണപ്പെടുന്ന മരമാണ്. ഭയങ്കര അത്ഭുതം ഇത്. ആ മരത്തിനെ ജിറാഫാണ് പൊതുവെ ആ മരത്തിന്റെ ഇല തിന്നുക. നല്ല ഉയരത്തിലേക്ക് വന്ന മരമായതുകൊണ്ട്. ആ മരത്തിനെ തിന്നു തുടങ്ങിയ 1 മിനിറ്റോളം ഈ ജിറാഫ് കണ്ടിന്യൂ ആയി ആ മരത്തിന്റെ ഇലകൾ തിന്നാൻ തുടങ്ങിയ ഈ മരത്തിലെ ഇലകളൊക്കെ കയ്പ് രുചിയുള്ള ഇലകളായി മാറും. മാത്രമല്ല, ആ മരം കാറ്റ് പോകുന്ന ദിശയിലേക്ക് ഒരു തരം കെമിക്കൽ വായുവിലൂടെ പറത്തിവിടും. അപ്പോൾ തൊട്ടടുത്തുള്ള ആ ദിശയിലുള്ള എല്ലാ മരങ്ങളുടെയും ഇല കയ്പാവും. അപ്പൊ അത്രയും മരങ്ങളെ ഈ മരം രക്ഷിക്കും. ഇത് ഈ ജിറാഫിനെ അറിയാം. അതായത് വലിയ ഇത് പ്രകൃതിയുടെ കോംപ്ലിക്കേഷൻസേ. ഇത് ജിറാഫിനെ അറിയാം. ജിറാഫ് എന്ത് ചെയ്യുന്നറിയോ? കാറ്റിന്റെ എതിർദിശയിൽ നടന്നിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതും മെസ്സേജ് കൊടുക്കും, ഈ മറ്റു മരങ്ങൾക്ക് മെസ്സേജ് കൊടുക്കും. അപ്പൊ ജിറാഫ് കാറ്റിന്റെ അങ്ങ് അറ്റത്തുള്ള മരങ്ങളൊക്കെ അടിച്ചിട്ട് അത് വരുന്നുള്ളൂ. എന്നാൽ പോലും 1 മിനിറ്റേ കടിക്കാൻ പറ്റുള്ളൂ ജിറാഫിന്. കുറച്ച് അത് കടിക്കണം, പിന്നെ കുറച്ച് ഇത് കടിക്കണം, കുറച്ച് ഇത് കടിക്കണം, ഇങ്ങനെ കടിച്ചു പോകണം. 1 മിനിറ്റ് കണ്ടിന്യൂ ആയി കടിക്കുമ്പോഴേക്കും അത് കഴിക്കും. അപ്പോഴേക്കും അടുത്ത മരത്തേക്ക് പോകണം. ഇങ്ങനെയാണ് ആ ജിറാഫ് ജീവിക്കുക. അപ്പൊ ചെടികൾക്ക് മനസ്സുണ്ട്. നമ്മളെ പോലെയുള്ള ഒരു മനസ്സല്ലേ, അത് വേറൊരു തരമാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചാലേ ഇത് മനസ്സിലാവുക, ചെടികൾക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കിത് തോന്നാറുണ്ട് പലപ്പോഴും. അത് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ. സോ നമ്മളൊരു ചെടിയുടെ ഇമോഷൻസിനെ ഒന്ന് പരിഗണിക്കുകയാണ്. നമ്മളുടെ മൈൻഡ്ഫുൾനെസ്സിനെ ഒന്ന് പരിഗണിക്കുകയാണ്. ഒരു ചെടിയെ കെയർ ചെയ്തുകൊണ്ട്. ഇതാണ് നാളെ രാവിലെ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഒരു സസ്യത്തെ ബ്യൂട്ടിഫുള്ളായി ഹാൻഡിൽ ചെയ്യുക. ഒരു ചെടിച്ചട്ടിയിലൊക്കെ വേണമെങ്കിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല. അത് വേറൊരു പ്രാക്ടീസ് വരുന്നുണ്ട് ആ ടൈപ്പ്. ഇന്ന് നമ്മളുടെ ഈ പ്രാക്ടീസിൽ വരുന്നത് ഒരു ചെടിയെ പരമാവധി ഹോസ്പിറ്റാലിറ്റിയോടുകൂടെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മൈൻഡ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ആ ചെടിയുടെ ഇമോഷൻസിനെ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യും കേട്ടോ.